പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുകയാണ്. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇന്നത്തെ ഈ പ്രൊഫറ്റിക്കൽ മെസ്സേജിലേക്കും വിടുതലിൻ ശുശ്രൂഷകൾക്ക് വേണ്ടി വളരെ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി കടന്നു വന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ശക്തീകരിക്കുമെന്നും നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരുമെന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി നമ്മൾക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ദൈവം നമ്മളെ ഏൽപ്പിച്ച ആ ദൈവിക ചിന്തകളിലേക്ക്, പ്രാർത്ഥനകളിലേക്ക് ഒരുമിച്ച് കടന്നു പോകാം. നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതിന് വേണ്ടി ദൈവം എൻ്റെ പക്കൽ ഏൽപ്പിച്ച ശബ്ദമേറിയ ഒരു പ്രവചന ശബ്ദമുണ്ട്. ആ പ്രവചന ശബ്ദത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എന്തിന്മേൽ കൈവച്ചു കഴിഞ്ഞാലും അവിടെ പരാജയം മാത്രമാണ് ബ്രദറെ ഞാൻ കാണുന്നത് എന്ന് പറയുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. എനിക്കറിയാം ഒരുപാട് വ്യക്തികൾ അങ്ങനെയുള്ള വിഷയങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ നൽകി തന്നിരിക്കുന്നത്. ആമേൻ. തടസ്സങ്ങൾ എൻ്റെ ദൈവത്തിന് മാറ്റുവാൻ പറ്റും. ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: അതുകൊണ്ട് അഭിഷേകം നിമിത്തം മുഖം തകരപ്പെടും. പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ തടസ്സങ്ങൾക്ക് കാരണമാകുവാൻ ഇടയാകുന്നത് നുകങ്ങളാണ്. നിങ്ങളറിയാതെ നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ പിശാചിട്ട നുകങ്ങൾ. ആമേൻ. നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പിശാചിട്ട നുകങ്ങൾ. ഹല്ലേലൂയ. നിങ്ങളുടെ ബിസിനസ്സിൽ പിശാച് കൊണ്ടുവന്നിട്ട നുകങ്ങൾ, നിങ്ങളുടെ ഭാവിക്കെതിരെ പിശാച് കൊണ്ടുവന്നിട്ട നുകങ്ങൾ. ആമേൻ. ആ നുകങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ തകരും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, പിശാച് വന്നത് അറുപ്പാനാണ്, മുടിപ്പാനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം ഒരിക്കലും വരുത്തുകയില്ലെന്ന് പറഞ്ഞിട്ടുള്ള വെല്ലുവിളികൾ തീർക്കുന്ന മേഖലകൾ ഉണ്ട്. അവൻ ഞാൻ ഒന്നുകൂടി ബിബ്ലിക്കൽ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ആമേൻ, ഇസ്രായേൽ ജനം അവർ കനാൻ ദേശത്തിലേക്ക് നടന്നു കയറുമ്പോൾ ഒന്നാമത് അവർ ഫേസ് ചെയ്ത ചലഞ്ച് എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വചനം വായിച്ചു വരുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന യെരിഹോ മതിലാണ്. ആ മതിൽ അവർക്ക് മുൻപിൽ നിൽക്കുന്നിടത്തോളം കാലം അവർക്ക് മുൻപിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുകയില്ല. ഇന്ന് ഇതുപോലെ തന്നെ മുൻപിലേക്ക് ഒരു സ്റ്റെപ്പ് പോലും എനിക്ക് വെക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പിശാച് കൊണ്ടുവന്നിട്ട നുഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് അതിനെ ഇല്ലായ്മ ചെയ്യുകയാണ്. ആമേൻ. അങ്ങനെ നുഖങ്ങളുള്ളവർ, പ്രയാസങ്ങളുള്ളവർ, ഭാരങ്ങളുള്ളവർ ഒരു നിമിഷം എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചോ. വലിയ വിജയങ്ങൾ, വലിയ ദൈവ പ്രവർത്തികൾ ഇന്നു തന്നെ, ഇപ്പോൾ തന്നെ, ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. ആമേൻ. നിങ്ങളുടെ ഉറപ്പിന് വേണ്ടി ഞാനൊരു സാക്ഷ്യം പറയാം. എനിക്ക് തോന്നുന്ന 4 ആഴ്ച മുമ്പുള്ള ഒരു വീഡിയോയിലാണ് നമ്മുടെ വിടുതൽ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്, പ്രത്യേകിച്ച് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെല്ലാം ആ സാക്ഷ്യം കേട്ടതാണ്. നമ്മുടെ സൂം ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ സാക്ഷ്യം കേട്ടതാണ്. ഒരു സഹോദരി ദിവസങ്ങളായി കഴുത്തിനു വേദനയും, കഴുത്ത് മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പ്രയാസത്തിൽ കൂടി കടന്നു പോകുകയാണ്. രാത്രി 10 മണിക്കാണ്, 10 ആ ഒരു ടൈം ആകുമ്പോഴാണ് എന്നെ വിളിച്ചത്. അവൻ നമ്മുടെ ഈ വിടുതലിൻ ശുശ്രൂഷകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സഹോദരി പറഞ്ഞത്, ഇമ്മീഡിയറ്റ്ലി ദിവസങ്ങളായി ഉണ്ടായിരുന്ന രോഗം ദൈവം സൗഖ്യമാകുവാനിടയായി തീർന്നു.
എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറയാനിടയായിട്ടത്, പാസ്റ്ററെ കുറെ നാളുകളായി എൻ്റെ ചെസ്റ്റിന് പെയിൻ ഉണ്ട്. ആ പെയിൻ ആ പ്രാർത്ഥനയിൽ മാറിയില്ല. പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ഓൺലൈനിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പിറ്റേ ദിവസമാണ് സഹോദരി സാക്ഷ്യം പറയാനിടയായി തീർന്നത്. നമ്മുടെ ഗ്രൂപ്പിലേക്ക് സാക്ഷ്യങ്ങൾ അയക്കുവാനിടയായി തീർന്നത്. ഇമ്മീഡിയറ്റ്ലി ദൈവം സൗഖ്യമാക്കുവാനിടയായി തീർന്നു. ഇന്ന് ഞാൻ ഇത് പറഞ്ഞതിന്റെ കാരണമെന്ന് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ യേശുവിന് നിങ്ങളെ സൗഖ്യമാക്കാൻ പറ്റും. എൻ്റെ യേശുവിന് നിങ്ങളുടെ ആർക്കും പരിഹരിക്കപ്പെടുവാൻ പറ്റാത്ത വിഷയങ്ങളുടെ മേൽ അത്ഭുതം ചെയ്യാൻ പറ്റും. ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഈ ജനവുമായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എടുത്തു വരികയാണ്. മോശ 35 ലക്ഷം കടന്നു വരുന്ന ജനമായി പുറപ്പെട്ടപ്പോൾ മോശയുടെ മുമ്പിൽ വഴികൾ ഉണ്ടായിരുന്നില്ല. മോശയുടെ മുമ്പിൽ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. മോശയുടെ മുമ്പിൽ പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു, പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. പല ചോദ്യങ്ങൾക്കും അവന്റെ മുമ്പിൽ മറുപടി ഉണ്ടായിരുന്നില്ല. ഇന്നുപോലെ തന്നെ ഇന്നത്തെ വിടുതലും ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന പല വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ പല ചോദ്യങ്ങൾക്കും മറുപടിയില്ല കർത്താവേ. പല വിഷയങ്ങളുടെ നടുവിൽ അവർ ആകുലതപ്പെടുന്നവരാണ്, പല രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരാണ്. ജീവിതത്തിൽ ചെയ്തായിരിക്കുന്ന ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ പറ്റാതെ എന്നെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നവരുണ്ട് യേശുവേ. അവൻ എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ നടുവിൽ എന്നെ കേൾക്കുന്നവരുണ്ട്. അവരുടെ മേലെല്ലാം ഞാൻ യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യങ്ങളെയും വിടുതലുകളെയും ഞാൻ കൽപ്പിക്കുകയാണ്. ആമേൻ. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന് അരുളി ചെയ്ത ദൈവമേ, ഈ ജനത്തിന്റെ നടുവിൽ അങ്ങുള്ളതിനാൽ ഈ ജനത്തെ ദൈവം നയിച്ചു കൊണ്ടുപോകുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഇവരുടെ ഡെസ്റ്റിനിക്കെതിരായി നിൽക്കുന്ന സകല മേഖലകളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. ആ ഡിവോഴ്സിനെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. ആ കുടുംബജീവിതത്തിന്റെ മേൽ ദൈവിക സമാധാനം വെളിപ്പെടുകയാണ്. ആ മക്കളുടെ ജീവിതത്തിന്റെ മേൽ ഡ്രഗ്സിന് അടിച്ചായി കിടക്കുന്നവരുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആ ഭവനം പണിക്ക് വേണ്ടി ഇനി ഒരു വഴിയുമില്ലെന്ന് പറയുന്നവരുടെ മേൽ ദൈവ പ്രവൃത്തികളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുകയാണ്. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ വിടുതലും ശുശ്രൂഷകൾ ഈ ചാനലിലൂടെ തിങ്കൾ തൊട്ട് ശനി വരെയുള്ള എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് നടക്കുന്നുണ്ട്. ആമേൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവായി ഫോളോ ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ. വലിയ മാറ്റങ്ങൾ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ചെയ്യുവാൻ പറ്റും. ഞാൻ ദൈവവചനത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂം മീറ്റിംഗുകൾ നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട്. അതുമാത്രമല്ല ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും നമ്മൾക്ക് സൂമിലൂടെ പ്രത്യേകിച്ച് ഈ ആഴ്ച തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ശക്തമേറിയ പ്രാർത്ഥനകൾ, അരമണിക്കൂറുള്ള പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. ആ മീറ്റിങ്ങുകൾ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും നടക്കുന്ന രാവിലെ ശക്തമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ്, 2 മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചൊവ്വാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും നടക്കുന്ന നമ്മുടെ സൂം മീറ്റിങ്ങിലും നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ പറ്റുന്നതായിരിക്കും. വെള്ളിയാഴ്ച നടക്കുന്ന സൂം മീറ്റിങ്ങുകൾ നിങ്ങൾക്ക് എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനും ഉള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ച ദൈവവചന ചിന്ത ഇതാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ബൈബിൾ ഉള്ളവരൊക്കെ ഒന്ന് കയ്യിലെടുത്തോ, വായിച്ചോ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. അവിടെ പൗലോസ് പറയുന്നത് ഈ പ്രകാരമാണ്: ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ആമേൻ. ആ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കയത്രയേ വേണ്ടത്. ആമേൻ. ഇന്ന് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഇത് തന്നെയായിരിക്കാം. ബ്രദറെ, വലിയ വിഷയമാണ്, വലിയ പ്രതിസന്ധിയാണ്. ഇതിന്റെ നടുവിൽ ഞങ്ങൾക്ക് വിചാരപ്പെടാതിരിക്കുവാൻ എങ്ങനെ പറ്റും? എന്നാൽ ഇന്ന് ഞാൻ ഒരു വ്യക്തിയെ നിങ്ങളുടെ മുൻപിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആമേൻ. ആ വ്യക്തിയിലേക്ക് നിങ്ങളുടെ നോട്ടം വരികയാണെങ്കിൽ ഞാൻ പറയുന്ന പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ.
വലിയ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കും. ആമേൻ, ഹല്ലേലൂയ. ആ വ്യക്തിയെ മാത്രം നിങ്ങൾക്ക് ഫോക്കസ് ഈ സീസണിന്റെ മേൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മേഖലകളിൽ നിന്നും ആമേൻ വിചാരപ്പെടാതെ ജീവിക്കാൻ പറ്റും. ഇതിന്റെ ആശയം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ പ്രതിസന്ധികൾ ഉണ്ടാകയില്ല എന്നല്ല, പ്രതികൂലം ഉണ്ടാകയില്ല എന്നല്ല. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ആഞ്ഞടിക്കുന്ന തിരമാലകളെല്ലാം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ആഞ്ഞടിക്കാം. എന്നാൽ അതിന്റെ നടുവിൽ നിനക്ക് ദൈവത്തിൽ വിശ്വസിക്കുവാൻ പറ്റുമെങ്കിൽ, ആമേൻ, നിനക്ക് വേണ്ടി ജീവൻ നൽകി തന്ന ആമേൻ ആ യേശുവിൽ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങളോടുള്ള ദൂതിതാണ്, ആ വിഷയത്തിൽ നിങ്ങൾ അടിമയായിരിക്കുകയല്ല, ആ വിഷയത്തിന്റെ മേൽ നിങ്ങൾ അധിപതിയായിരിക്കും. അവൻ ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. കാറ്റും കോളും ആഞ്ഞടിക്കുമ്പോൾ പടകിന്റെ മേൽ യേശു ഉണ്ടായിരുന്നു. ശിഷ്യന്മാർ പേടിച്ചുപോയി. ആമേൻ, ശിഷ്യന്മാർ ആകുലപ്പെട്ടുപോയി. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് അതിന്റെ നടുവിൽ യേശു അമരത്ത് തലവെച്ച് കിടക്കുകയായിരുന്നു. നീ ആകുന്ന ബോട്ടിൽ, നീ സഞ്ചരിക്കുന്ന നിന്റെ ജീവിതമാകുന്ന ബോട്ടിൽ പ്രതികൂലങ്ങൾ ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. ആരൊക്കെയോ ഇന്ന് കരയുന്നുണ്ട്, ബ്രദർ എന്റെ ജീവിതത്തിൽ വലിയ വിഷയമാണ്. ആരൊക്കെയോ ഇന്ന് നെടുവീർപ്പിടുന്നുണ്ട്, എന്നെ കാണുവാൻ ആരും ഇല്ലെന്ന്. അത് നിന്റെ തോന്നലാണ്, അത് നിന്റെ ചിന്ത മാത്രമാണ്. മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഹാഗാറിന്റെ ആ മരുഭൂവാസത്തിൽ അവൾ ചിന്തിച്ചു ആരും അവളെ കാണാനില്ല എന്ന്. അവൾ ചിന്തിച്ചു അവൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണെന്ന്. അവൾ ചിന്തിച്ചു അവൾ പരാജയപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണെന്ന്. എന്നാൽ ദൈവം പറയുന്നത്, ദൈവത്തിന്റെ വചനം പറയുന്നത്, എന്റെ ദൈവം അവളെ കണ്ടു. ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ്, എന്നെ കാണുന്നവന്റെ കണ്ണ് ഞാൻ ഇവിടെയും കണ്ടുവല്ലോ. അർത്ഥാൽ അവളുടെ മരുഭൂയാത്രയിൽ വരെ ദൈവം അവളോട് കൂടി ഉണ്ടായിരുന്നു. ഇന്ന് ആരോടൊക്കെയോ ദൈവാത്മാവ് സംസാരിക്കുന്നു, നീ ഒറ്റയ്ക്കല്ല, നിന്നോടുകൂടെ ദൈവമുണ്ട്, അതുകൊണ്ട് വിചാരപ്പെടരുത്. നിങ്ങളത് വിശ്വസിക്കുകയാണെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ, ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ വിചാരപ്പെടുകയില്ല, എന്നോടുകൂടെ ദൈവമുണ്ട്. അത് പറയുമ്പോൾ, അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോടുകൂടെ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ട്. ആ ദൈവശക്തി ഇന്നത്തെ പ്രാർത്ഥനയിൽ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞാലും നിങ്ങൾ ഒറ്റയ്ക്കല്ല സഹോദര, നിങ്ങൾ ഒറ്റയ്ക്കല്ല സഹോദരി. നിങ്ങൾ വിചാരപ്പെടേണ്ട ആവശ്യമില്ല. ആമേൻ, നിങ്ങൾ വിചാരപ്പെടേണ്ട ആവശ്യമില്ല. അവൻ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേക്കും. ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവം നമുക്ക് വേണ്ടി എഴുന്നേക്കും. ആരതിനെതിരായി നിൽക്കാൻ പറ്റും? നിങ്ങളോടുള്ള പ്രവചന ശബ്ദം ഇതാണ്. ആമേൻ, നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ ദൈവം നിനക്ക് അനുകൂലമായി എഴുന്നേറ്റാൽ ആർക്കതിനെ എതിരെ നിൽക്കാൻ പറ്റും? ഞാൻ പലപ്പോഴും എൻ്റെ ശുശ്രൂഷകളിൽ പറയാറുള്ള 2 വ്യക്തികളാണ് ദാനിയേൽ, ആമേൻ, 2 ശത്രുക്ക്, മേശക്ക്, വേദനകോ എന്നറിയപ്പെടുന്ന 3 ബാലന്മാർ. ആമേൻ, അവരവരുടെ ഭവനം വിട്ട് വേറെ രാജ്യത്തിലാണ്. ആമേൻ, അവരെ സപ്പോർട്ട് ചെയ്യുവാൻ ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം പോലും അവർക്കില്ല. ആമേൻ, ഏതൊക്കെയോ രാജ്യത്തിൽ നിന്നുകൊണ്ട് എന്നെ കാണുന്നവരുണ്ട്. എന്നെ കാണുവാൻ ആരുമില്ല. ഞാൻ ഈ രാജ്യത്ത് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. എന്റെ ജോബിന്റെ കോൺട്രാക്റ്റുകൾ തീരുന്നു, വലിയ വിഷയമാണ്. ഇനി എങ്ങനെ എന്റെ ജീവിതം മുന്നോട്ട് നയിക്കും? ഭവനത്തിലേക്ക് എനിക്ക് വരാൻ പറ്റില്ല. ആമേൻ, ശക്തമേറിയ ഒരുപാട് ലോണുകളൊക്കെ എടുത്തിട്ടാണ് ഈ രാജ്യത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നത്. എന്ത് സംഭവിക്കുമെന്നറിയാതിരിക്കുകയാണ്. നിന്നോടുള്ള ദൂതിതാണ്, നീ ഒറ്റയ്ക്കല്ല രാജ്യത്തിൽ, നിന്നോടുകൂടെ ദൈവമുണ്ട്. ഇമ്മാനുവേൽ, ദൈവം നമ്മളോട് കൂടെ എന്ന് പറഞ്ഞ ദൈവം നിന്നോട് കൂടെയുണ്ട്. ദൈവം നിന്നോട് കൂടെയുണ്ടെങ്കിൽ നീ മെജോറിറ്റി ഉള്ള വ്യക്തികളോട് കൂടെയാണ് ആയിരിക്കുന്നത്. ആമേൻ, ആമേൻ. ഈ ബാലന്മാർ, ഈ ദാനിയേൽ,
അവർ നേരിട്ടത് സാധാരണ ഒരു വ്യക്തികൾക്ക് വരുന്ന വിഷയമല്ലല്ലോ. ശിങ്കക്കുഴിയിലല്ലേ വന്നുപെട്ടത്. പ്രൈസ് ദി ലോർഡ്. അഗ്നിജാലയുടെ നടുവിലേക്കല്ലേ അവരെ വലിച്ചെറിയപ്പെട്ടത്. എന്നാൽ ഇതിന്റെ നടുവിലും ഇവർ ഭയപ്പെട്ടില്ല. എന്നാരോടോ ദൈവാത്മാവ് പറയുന്നു, ആ കടത്തിന്റെ നടുവിൽ, ആ ജപ്തിയുടെ നടുവിൽ, ആ രോഗത്തിന്റെ നടുവിൽ, ആ സാമ്പത്തിക ക്രൈസിസിന്റെ നടുവിൽ ഭയപ്പെടരുത്, വിചാരപ്പെടരുത്. നിന്നോടുകൂടെ ദൈവമുണ്ട്. ചില കുടുംബങ്ങളുടെ മേൽ ദൈവം ഇറങ്ങി വരുന്നു. അവൻ ആ വലിയ കരം ചിലക്കു വേണ്ടി ചലിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. നിന്നോടുള്ള ദൂതാണെങ്കിൽ പ്രാർത്ഥനയോടുകൂടി നീ സ്വീകരിച്ചോ. അത്ഭുതങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ഈ സീസണിൽ ചെയ്യും. ഒരു വ്യക്തികൾക്ക് പോലും ഇറങ്ങി വരാൻ പറ്റാത്ത മേഖലകളിൽ, ഒരു വ്യക്തി പോലും ഇല്ല എന്ന് പറഞ്ഞ മേഖലകളിൽ, ഒറ്റപ്പെടലിന്റെയും നെടുവീർപ്പിന്റെയും നടുവിൽ ദൈവം ഇറങ്ങി വന്നു. ആമേൻ. തീയുടെ ബലത്തെ കെടുത്തി. 2, സിംഹത്തിന് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ദൂതന്മാർ അവരെ പ്രൊട്ടക്ട് ചെയ്തു. ചിലരോട് ഞാൻ പ്രവചനാത്മാവിൽ നിന്നുകൊണ്ടൊരു ദൂത് പറയുകയാണ്. ഈ സീസണിൽ ആമേൻ നിന്നെ തീർക്കുമെന്ന് പറഞ്ഞു വരുന്ന വിഷയത്തിന്റെ നടുവിൽ നീ വാഴാൻ പോകുകയാണ്. ആമേൻ. സിംഹം അവരെ നോർമലി പിടിച്ചു തിന്നേണ്ടതാ. എന്നാൽ ദൈവം ദൂതനെ അയച്ചപ്പോൾ, അല്ലെങ്കിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ, ഒരു മേഖലകൾക്ക് പോലും തൊടാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തിന്റെ കരം അവർക്ക് വേണ്ടി അനുകൂലമായി വെളിപ്പെട്ടു. ഇന്ന് അവൻ ഞാൻ ആത്മാവിൽ കാണുന്നൊരു കാഴ്ച ഇതപ്രകാരമാണ്. ചിലരെ ദൈവം കവർ ചെയ്യുകയാണ്. ആ വിഷയം നിന്നെ ഏക്കാൻ പറ്റാത്ത രീതിയിൽ. ആ രോഗം നിന്നെ തൊടാതെ വണ്ണം, ആ കടഭാരം നിന്നെ തൊടാതെ വണ്ണം, ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിന്നെ തൊടാതെ വണ്ണം ദൈവം നിന്നെ കവർ ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ ഉള്ളവരോടൊക്കെ വലിയ ഫേവറുകൾ ഈ സീസണിന്റെ മേൽ വെളിപ്പെടും. വലിയ ഫേവറുകൾ ഈ സീസണിന്റെ മേൽ വെളിപ്പെടും. നിങ്ങൾ കാണാൻ വേണ്ടി പോകുകയാണ്. നിങ്ങളത് കാണാൻ വേണ്ടി പോകുകയാണ്. നിങ്ങളത് കാണാൻ വേണ്ടി പോകുകയാണ്. എന്നാൽ ഇന്ന് ദൈവാത്മാവ് പറയുന്നത്, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. ഈ മീറ്റിംഗിൽ നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ, മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ വലിയ ശുശ്രൂഷയുടെ ഭാഗമായി നിങ്ങൾ തീരുവാൻ വേണ്ടി പോകുകയാണ്. യേശു ഒരു ഭവനത്തിലേക്ക് കടന്നു വന്നു. ആ ഭവനത്തിൽ 2 വ്യക്തികൾ ഉണ്ടായിരുന്നു. മാർത്ത എന്നും മറിയ എന്നും പേരാണ്. മറിയ യേശുവിന്റെ സന്നിധിയിലേക്ക് ഇരിക്കുവാനിടയായി തീർന്നു. മാർത്ത യേശുവിനെ ശുശ്രൂഷിക്കുമ്പോഴും അവൾ പലതിൽ വിചാരപ്പെട്ടിരിക്കുകയാണ്. അവൻ മനസ്സ് കേന്ദ്രീകരിക്കാൻ പറ്റാതെ, ഒരു വിഷയത്തിന്മേൽ കേന്ദ്രീകരിക്കാൻ പറ്റാതെ അവൻ ഭാരപ്പെടുന്ന ചിലരെ കേൾക്കുന്നവരുണ്ട്. അവരോട് ദൈവാത്മാവ് പറയുന്നു, ഭയപ്പെടണ്ട. അതിന്റെ മേൽ ഒരു അത്ഭുതമാകുന്ന ദൈവിക പ്രവൃത്തി ഇന്ന് തൊട്ട് നീ അനുഭവിക്കുകയാണ്. യേശു പറഞ്ഞു, മാർത്തേ, നീ പലതിനെ ഓർത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ മറിയ, അവൾ ചെറുതാണെങ്കിലും അവൻ അംശമായതാണെങ്കിലും അവൾ നല്ലത് തിരഞ്ഞെടുത്തു. യേശുവിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ, യേശുമായിട്ടുള്ള ജീവിതത്തിൽ നീ നിന്റെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിനക്ക് ഒന്നിനെ കുറിച്ചും ഭയപ്പെടാതിരിക്കാൻ പറ്റും. ഒന്നിനെ പറ്റിയും ഭയപ്പെടാതിരിക്കാൻ പറ്റും. നിങ്ങൾക്കറിയാമോ, ഈ ലേഖനം എവിടെ വെച്ചിട്ടാണ് പൗലോസ് എഴുതുന്നത്? കാരാഗ്രഹത്തിൽ വെച്ചുകൊണ്ടാണ് എഴുതുന്നത്. എല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ, തന്റെ കൂട്ടു സഹോദരന്മാർ തന്നോട് കൂടെ ഇല്ലാതിരിക്കുമ്പോൾ, താൻ ബിൽഡ് ചെയ്ത ചർച്ചിലെ വ്യക്തികൾ തന്നോട് കൂടെ ഇല്ലാതിരിക്കുമ്പോൾ അവൻ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഒറ്റപ്പെടലിന്റെ നടുവിൽ അവർ ദൈവിക സാന്നിധ്യം ആ റൂമിന്റെ മേൽ അനുഭവിച്ചു. ഇന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭവനങ്ങളിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത് ഞാൻ അവൾ കാണുകയാണ്. യേശുവേ, ഈ ജനത്തിനു വേണ്ടി ദൈവം അത് ചെയ്യണമേ. ആ ദൈവ സ്നേഹത്തിന്റെ ആഴത്താൽ ഇവരെ നിറയ്ക്കേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട്. പാലക്കാട് ജോബീസ് മോളിന്റെ
4th ഫ്ലോറിലുള്ള JB റോഡിലുള്ള സുൽത്താൻപേട്ടിന്റെ അടുത്തുള്ള ജോബി മോളിന്റെ 4ാമത്തെ ഫ്ലോറിൽ സിൽവർ ഹാൾ എന്നറിയപ്പെടുന്ന ആ ഹോളിന്റെ 4th ഫ്ലോറിൽ വെച്ചാണ് ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുന്നത്. ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ടായിരിക്കും. ആ വിടുതലും ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദൈവാത്മാവ് നിങ്ങളോടൊന്ന് പറയുന്നു, ഒന്നിനെപ്പറ്റി വിചാരപ്പെടരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവർക്ക് വിചാരപ്പാടുവാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവം ഇറങ്ങണമേ. ദൈവിക സാന്നിധ്യം കൊണ്ട് ഈ ജനത്തെ ദൈവം നിറയ്ക്കണമേ. വലിയ മാറ്റങ്ങൾ ദൈവം ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. നാളെ നമ്മൾക്ക് വേറൊരു മെസ്സേജുമായി കാണാം. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.